നമസ്കാരം. പുതിയ താരബന്ധങ്ങൾ ബോളിവുഡിലും കോളിവുഡിലും എപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബോളിവുഡ് നടി മൃണാൽ താക്കൂറും തമിഴ് സൂപ്പർ താരം ധനുഷും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യമുയർത്തുന്ന നിരവധി വീഡിയോകളും ചിത്രങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മൃണാൽ താക്കൂറിന്റെ പിറന്നാൾ ആഘോഷത്തിലും മറ്റ് പൊതുപരിപാടികളിലും ധനുഷ് പങ്കെടുത്തതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത്. പിറന്നാൾ ആഘോഷത്തിൽ ധനുഷ് മൃണാളിന്റെ കൈകളിൽ പിടിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ ധനുഷ് നായകനായ തേരെ ഇഷ്ക് മേം എന്ന സിനിമയുടെ പാർട്ടിയിലും മൃണാൾ പങ്കെടുത്തത് വാർത്തയായി. അടുത്തിടെ പുറത്തിറങ്ങിയ മൃണാളിന്റെ സിനിമയായ സൺ ഓഫ് സർദാർ 2-ന്റെ പ്രത്യേക പ്രദർശനത്തിൽ ധനുഷ് മുംബൈയിലേക്ക് പറന്നെത്തിയതും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടാക്കി. ഈ പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ മൃണാളിന്റെയോ ധനുഷിന്റെയോ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം കോളിവുഡിലെ ശ്രദ്ധേയനായ താരമായ ധനുഷ് അഭിനയ മികവ് കൊണ്ട് ദേശീയ തലത്തിൽ പോലും അംഗീകാരം നേടിയിട്ടുണ്ട്. ആടുകളം, അസുരൻ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം നേടി. റാഞ്ചന എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മാരി, വെയിലില്ല പട്ടധാരി, കർണൻ, വാത്തി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി ധനുഷ് നിലകൊള്ളുന്നു. ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്ന മൃണാൽ ലവ് സോണിയ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് സൂപ്പർ 30, ബട്ട്ല ഹൗസ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. തെലുങ്ക് ചിത്രം സീതാരാമം മൃണാളിന്റെ കരിയർ ഒരു വലിയ വഴിത്തിരിവായി. ഈ സിനിമയിലെ സീത എന്ന കഥാപാത്രം വലിയ നിരൂപക പ്രശംസ നേടിയിരുന്നു. ഇപ്പോൾ സൺ ഓഫ് സർദാർ 2, ഡക്കോയി തുടങ്ങിയ ചിത്രങ്ങളുടെ ഹിന്ദിയിലും തെലുങ്കിലുമായി സജീവമാണ്. ഇരുവരും അടുത്ത കാലത്തായി നിരവധി സിനിമകളുടെ തിരക്കിലാണ്. തെരെ ഇഷ്ക് മേം എന്ന ചിത്രത്തിൽ ധനുഷ് പ്രധാന കഥാപാത്രമായും മൃണാൽ സൺ ഓഫ് സർദാർ 2 എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായും അവതരിപ്പിക്കുന്നു. നേരത്തെ ഐശ്വര്യ രജനീകാന്തിനെ ധനുഷ് വിവാഹം ചെയ്തിരുന്നെങ്കിലും ഇരുവരും 2022 നിയമപരമായി വിവാഹമോചിതരായി. 18 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ ഇരുവർക്കും യാത്രയും ലിംഗയും എന്ന 2 മക്കളും പിറന്നിട്ടുണ്ട്.